ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനം ശ്രവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ കാലം ദൈവവചനം ശ്രവിക്കുവാനായിട്ട് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 10-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യോർദാനക്കരെ പെരേയ എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് ശുശ്രൂഷകൾക്കായി കർത്താവ് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ആ പെരേയ വഴി താൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ അരികിൽ ഒരു യൗവനക്കാരൻ, വലിയ ധനികനായിട്ടുള്ള ആ ഒരു യൗവനക്കാരൻ കർത്താവിന്റെ അരികിൽ വന്ന് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്റെ ചോദ്യവും അതുപോലെ കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ഉത്തരവുമൊക്കെ നാം ശ്രദ്ധിച്ചാൽ ഈ യൗവനക്കാരന് വന്നിരിക്കുന്ന 3 അബദ്ധങ്ങൾ, അല്ലെങ്കിൽ തന്റെ ജ്ഞാനത്തിൽ അറിവിലുള്ള 3 അബദ്ധ ധാരണ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, അത് ശ്രദ്ധിച്ചാൽ ഈ 3 അബദ്ധ ധാരണ ഈ ലോകത്തിലുള്ള ജീവിതത്തെയും അതുപോലെ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെയും ആ ഗുണത്തെ നിയന്ത്രിക്കുന്നതാണ് എന്നുള്ളത് നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ആ നിലയിൽ ഈ 3 അബദ്ധ ധാരണകൾ ആർക്കും ഉണ്ടാകുവാൻ ഇടവരരുത് എന്നുള്ളത് ഈ വാക്കുകൾ ചിന്തിക്കുമ്പോൾ നാം ഓർക്കുവാൻ ആവശ്യമുണ്ട്. അവിടെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത്: അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. ഈ ഭാഗത്ത് അവന്റെ 2 അബദ്ധ ധാരണ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവന്റെ ഒരു അബദ്ധ ധാരണ. 2, രക്ഷയെ അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള വഴിയെക്കുറിച്ചുള്ള അവന്റെ അബദ്ധ ധാരണ. എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അബദ്ധ ധാരണ? അവൻ വിളിക്കുന്ന അവന്റെ സംബോധന, യേശുക്രിസ്തുവിനെ സംബോധന ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുക: നല്ല ഗുരു. ആ നിലയിൽ മാത്രമേ അവനൊരു യേശുക്രിസ്തുവിനെ കണ്ടെത്തിയിരുന്നുള്ളൂ. അവനൊരു ഗുരുവാണ്, നല്ല ഗുരുവാണ്, നന്നായി പഠിപ്പിക്കുന്നവൻ. ഇങ്ങനെയുള്ള അനേകർ ഈ ലോകത്തിൽ ഇന്നുമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തെ സ്നേഹിക്കുന്നവരും ഗിരിപ്രഭാഷണത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവരും പലരുമുണ്ട്. അവൻ നന്നായി പഠിപ്പിക്കുന്നവനെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. കർത്താവിനെ ഒരു ഗുരുവായി മാത്രം കണ്ടിട്ടുള്ളവർ. ആ കൂട്ടത്തിൽ പെടുന്നതാണ് ഈ യൗവനക്കാരനും. നല്ല ഗുരു അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അബദ്ധ ധാരണ, അല്ലെങ്കിൽ വേണ്ട ധാരണ ഇല്ലാത്ത അവസ്ഥ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. 2-ാമത്തെ അബദ്ധ ധാരണ നോക്കുക. അവൻ ചോദിക്കുന്നത് ഇങ്ങനെയാ: നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നാൽ ഇവൻ വിചാരിച്ചിരുന്നത് നിത്യജീവൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജീവൻ പ്രാപ്യമാക്കുക, അത് മാത്രമല്ല ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുക, ദൈവത്തോട് കൂടെ സ്വർഗത്തിൽ ജീവിക്കുവാൻ ഇടയാകുക. ഇതിന് ഞാൻ എന്ത് ചെയ്യണം? നാം അതിനെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെടുവാൻ, പാപത്തിൽ നിന്നും വിമുക്തി പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രവർത്തിയാൽ എന്നാണ് ഇവൻ വിചാരിച്ചിരുന്നത്. ഈ അബദ്ധധാരണയുള്ള എത്രയോ പേരാണ് ഈ ലോകത്തിലുള്ളത്. മതത്തിൻ്റെതായിട്ടുള്ള ഓരോ കൂദാശകൾ ചെയ്ത് രക്ഷ നേടുവാൻ എത്രയോ പേർ ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. ചില സ്ഥലങ്ങളിലേക്ക് നാം നോക്കിയാൽ, പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചാൽ, അവിടെ പാപത്തിന്റെ പരിഹാരത്തിനായി, ദൈവത്തിന്റെ ജീവൻ പ്രാപിക്കുവാനായി, മോക്ഷം പ്രാപിക്കുവാനായി എന്തെല്ലാം ക്രിയകളാണ് മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വിശദീകരിക്കുവാൻ ആവശ്യമില്ല. നമ്മുടെ കണ്ണുകൾക്ക് മുൻപാകെ ദൈനംദിനം നാം കാണുന്നതാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളിൽ ചിലരൊക്കെ അതിന്റെ ഭാഗവുമായിരിക്കാം. എങ്കിലിതാ ഈ യൗവനക്കാരൻ ഈ വലിയ അബദ്ധധാരണ ഉണ്ടായിരുന്നവനാണ്. പ്രവർത്തിക്കണം രക്ഷയ്ക്കായി എന്ന് ചിന്തിക്കുന്നവൻ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അബദ്ധധാരണ, രക്ഷയെക്കുറിച്ചുള്ള അബദ്ധധാരണ. വീണ്ടും നാം താഴേക്ക് വായിക്കുമ്പോൾ അവന്റെ ചോദ്യത്തിന് ഉത്തരമായി കർത്താവായ യേശുക്രിസ്തു 10 കൽപ്പനകളിൽ ചിലത് കോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ അതിനെ പ്രതിവചനം പറയുന്നത് ഇങ്ങനെയാണ്. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു.
ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു. അല്ലെങ്കിൽ അവൻ വിചാരിച്ചിരുന്നത് അവൻ നീതിമാനായിരുന്നുവെന്നാണ്. സ്വയത്തെക്കുറിച്ചുള്ള അബദ്ധധാരണ. ന്യായപ്രമാണം തെറ്റുകൂടാതെ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയും, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 10 കൽപ്പനകൾ മുഴുവനും അവൻ പ്രമാണിച്ചു പോയിരുന്നു എന്നാണ് അവനെക്കുറിച്ച് തന്നെ വിചാരിച്ചത്. ഇങ്ങനെയുള്ള അബദ്ധധാരണ ഉള്ളവരും എത്രയോ പേരാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കങ്ങനെ രക്ഷിക്കപ്പെടുവാൻ ആവശ്യമില്ല, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, ദൈവമുള്ളവനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. അങ്ങനെ സ്വയനീതിക്കാർ എത്രയോ പേരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ. ക്രിസ്തുവിനെ വേണ്ടാത്തവർ, ഈ ക്രിസ്തുവിന്റെ സുവിശേഷം വേണ്ടാത്തവർ, ഇത് എനിക്ക് കേൾക്കുവാനോ അനുസരിക്കുവാനോ ആവശ്യമില്ല, ഈ രക്ഷയൊക്കെ ഉള്ളവരാണ്. അവർ അത് പറയുമ്പോൾ തങ്ങളെ തന്നെ മറ്റുള്ളവരുമായി തുലനം ചെയ്ത് അത് പറയുകയായിരിക്കാം. അവർ തുലനം ചെയ്തിട്ട് അവരെക്കാൾ മെച്ചമായിട്ടുള്ളവരാണ് എന്ന് തന്നെത്താൻ ചിന്തിച്ച് അവർ സ്വയമായി പുകഴുകയാണ്. അങ്ങനെ സ്വയനീതിക്കാർ എന്നുള്ള ആ വലിയ അബദ്ധധാരണ ഉള്ളവർ, ക്രിസ്തുവിനെ കുറിച്ചുള്ള അബദ്ധധാരണ, രക്ഷയെക്കുറിച്ചുള്ള അബദ്ധധാരണ, സ്വയത്തെക്കുറിച്ചുള്ള അബദ്ധധാരണ. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഏതെങ്കിലും ഒന്നിൽ, 3 അബദ്ധധാരണയും വേണമെന്നില്ല, ഇതിലേതെങ്കിലും ഒന്നിൽ പോലും അബദ്ധധാരണ പുലർത്തുന്നവരാണ് നാമെങ്കിൽ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, നിത്യജീവനിൽ നിന്നും നാം വളരെ അകലെയാണെന്ന് നാം ഓർക്കുവാൻ ആവശ്യമുണ്ട്. ഈ വാക്യങ്ങൾ നാം നോക്കിയാൽ ഈ അബദ്ധധാരണകളുമായി യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വന്ന ഈ വ്യക്തിയോട്, ഈ യൗവനക്കാരനോട് കർത്താവായ യേശുക്രിസ്തു എങ്ങനെ ഏർപ്പെടുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള ആ അബദ്ധധാരണ കർത്താവ് മാറ്റുവാൻ ശ്രമിക്കുന്നു. കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ത്? അതിന്റെ അർത്ഥം കർത്താവ് നല്ലവനല്ല എന്ന് കർത്താവ് തന്നെ പറയുന്നു എന്നല്ല. ചിലർ ഈ ഭാഗം എടുത്ത് അവൻ ദൈവമല്ല എന്ന് അവൻ തന്നെ പറഞ്ഞു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ മനുഷ്യന്റെ, ഈ യൗവനക്കാരന്റെ വാക്കുകളിൽ നിന്നും തന്നെ കർത്താവ് താൻ ദൈവമാണെന്നുള്ളത് തെളിയിക്കുകയാണ്. വാസ്തവത്തിൽ ഇവിടെ നീ എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവമല്ലാതെ നല്ലവൻ ആരുമില്ല, അല്ലെങ്കിൽ സ്വന്തമായി നന്മയുള്ളവൻ വേറെ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ ഉള്ള നന്മയെന്ന് പറയുന്നത് ആർജിതമാണ്. എന്നാൽ ദൈവത്തിന്റെ നന്മയെന്ന് പറയുന്നത് ആർജിതമല്ല, അത് അവനിൽ തന്നെ ഉള്ളതാണ്, അത് അവന്റെ സ്വന്തമാണ്. അങ്ങനെ നന്മയുള്ളവൻ ദൈവം മാത്രമേ ഉള്ളൂ. ഈ യൗവനക്കാരൻ യേശുക്രിസ്തുവിനെ നല്ലവൻ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവന്റെ വാക്കു മുഖാന്തരം തന്നെ കർത്താവ് വ്യക്തമാക്കുകയായിരുന്നു, അല്ലെങ്കിൽ തെളിയിക്കുകയായിരുന്നു താൻ ദൈവമാണ് എന്നുള്ളത്. അങ്ങനെ താൻ ആരെന്നുള്ളത് അവന് വ്യക്തമാക്കി. അത് തന്നെയുമല്ല, നാം താഴേക്ക് നോക്കുമ്പോൾ തന്നെക്കുറിച്ചുള്ള ആ സ്വയനീതിയുടെ ചിന്തയും കർത്താവ് തിരുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ എന്നെ വന്ന് അനുഗമിക്കുക എന്ന് പറയുന്നു. നാം 10ാമത്തെ കൽപ്പനയായി കാണുന്നത് മോഹിക്കരുത് എന്നുള്ളതാണ്. അത് തന്നെയുമല്ല, ദൈവവചനം പറയുന്നത് അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ളതാണ്. ഇതാ ഈ മനുഷ്യന് അത് ചെയ്യുവാൻ സാധിച്ചില്ല. അവന്റെ ഹൃദയം അവന്റെ ധനത്തോടൊട്ടിയിരുന്നു. മറ്റുള്ളവർക്ക് നൽകുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, തന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ തനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ 10 കൽപ്പനകൾ കാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ തെറ്റിക്കുന്നവനായിരുന്നു എന്നുള്ളത് കർത്താവ് വ്യക്തമാക്കി. അത് തന്നെയുമല്ല, തുടർന്ന് നാം താഴേക്ക് വായിക്കുമ്പോൾ രക്ഷയും മനുഷ്യന് പ്രവർത്തിച്ചു നേടുവാൻ കഴിയുന്നതല്ല എന്നുള്ളത് കർത്താവ് വ്യക്തമാക്കുന്നു. തന്നെയുമല്ല, കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യന് അസാധ്യമായിട്ടുള്ളത് ദൈവത്തിന് സാധ്യം. മനുഷ്യന് രക്ഷ പ്രവർത്തിയാൽ നേടുവാൻ സാധിക്കുന്നതല്ല എങ്കിൽ താൻ പറയുന്നത് ദൈവത്തിന് സാധ്യം. മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനുള്ള വഴിയൊരുക്കുവാൻ ദൈവത്തിന് സാധ്യം. അതാണ് വാസ്തവത്തിൽ പുത്രനിലൂടെ കർത്താവ് ദൈവം ചെയ്തത്. ദൈവം സ്നേഹമാണ്. തന്റെ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യൻ നശിച്ചു പോകുവാൻ, നിത്യനരകത്തിൽ പോകുവാൻ, ദൈവത്തിൽ നിന്നും അന്യം പോകുവാൻ ആഗ്രഹിക്കുന്നവനല്ല. തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ക്രൂസിലെ യാഗം നിമിത്തം അവൻ ആ രക്ഷാവഴി ഒരുക്കി എന്നുള്ളത് നാം ഓർക്കുക. ക്രിസ്തു നമ്മുടെ പാപത്തിനായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്നു. അവനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക മാത്രമാണ് രക്ഷയ്ക്കായി, നിത്യജീവനായി നാം ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള കാര്യം. അങ്ങനെ കർത്താവിലേക്ക് തിരിയുവാനാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ രക്ഷ നമ്മുടെ പ്രവൃത്തിയാലല്ല, അവൻ പ്രവർത്തിച്ചു. നമുക്ക് അത് വിശ്വാസത്താൽ ലഭ്യമാണ്, കൃപയാൽ ലഭ്യമാണ്. പ്രിയമുള്ളവരെ, നാം ഈ ഭാഗം നോക്കുമ്പോൾ ഈ യൗവനക്കാരൻ
ഇത് കേട്ടിട്ടും ഈ രക്ഷയിലേക്ക് പ്രവേശിക്കാതെ നിത്യജീവൻ സ്വായത്തമാക്കാതെ അവൻ പൊയ്ക്കളയുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒന്ന് നോക്കുക. അതെ, ദൈവം ആണ് കർത്താവായ യേശു ക്രിസ്തു. രക്ഷ കൃപയാലാണ്. നമുക്ക് രക്ഷ ആവശ്യമുള്ളവരാ. നാം നീതിയുള്ളവരല്ല. നമ്മുടെ നീതിപ്രവർത്തികൾ പോലും കറവരണ്ട തുണി പോലെയുള്ളതാണ്. അതെ, നമുക്ക് രക്ഷ ആവശ്യമുണ്ട്. എങ്കിൽ ഇത് കൃപയാൽ വിശ്വാസത്താൽ നമുക്കത് ലഭ്യമാണ്. കർത്താവിലേക്ക് തിരിയുക, അവനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുക, നമ്മുടെ ജീവിതം അവനായി നൽകുക. നിത്യജീവൻ നിങ്ങൾക്ക് ലഭ്യമാകാം. കർത്താവ് അതിന് ഈ വാക്കുകൾ മുഖാന്തരവും സഹായിക്കുമാറാകട്ടെ.